സംവിധാനം ഭരതൻ, തിരക്കഥ ജോൺ പോൾ, സിനിമാറ്റോഗ്രഫി രാമചന്ദ്ര ബാബു. അണിയറയിൽ ഈ പേരുകളുണ്ടെങ്കിൽ 70കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യ പകുതിയിലും ഒരു ക്ലാസിക് മലയാള സിനിമ പിറവിയെടുത്തിരിക്കും. അങ്ങനെ ജന്മഭാഗ്യം ലഭിച്ച ഒട്ടനവധി ചിത്രങ്ങളിൽ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ചിത്രമാണ് ചാമരം. മലയാളത്തിൽ ക്യാമ്പസ് സിനിമകൾ പലതുണ്ടായിട്ടുണ്ട്. പക്ഷെ കാമ്പുള്ളതും വിപ്ലവാത്മകമായ പ്രമേയത്തിന്റെ കരുത്തുകൊണ്ടും ക്യാമ്പസ് ജീവിതങ്ങളിലെ സത്യസന്ധമായ ആവിഷ്കാരം കൊണ്ടും മറ്റെല്ലാ സിനിമകളെക്കാളും 2 പടി മുകളിൽ നിൽക്കും ചാമരം. അകത്ത് കയറും മുമ്പേ ചോദിക്കുക. നമ്മുടെ സിനിമാ ചരിത്രത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ പിറവിയെടുത്ത, കാലത്തിന് മുന്നേ സഞ്ചരിച്ച അതിമനോഹരമായ ഒരു പ്രണയ കാവ്യം. എന്നോട് നേരിട്ട് പറയാമായിരുന്നല്ലോ. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് ആലോചിക്കായിരുന്നു. ഒരു വിദ്യാർത്ഥിക്കും അധ്യാപികയ്ക്കും ഇടയിലുണ്ടാകുന്ന ആത്മബന്ധത്തിന്റെ കഥ. ഇന്ന് ആലോചിക്കുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ എത്രമാത്രം ജാഗ്രതയോടും അന്തസ്സോടും കൂടിയാണ് ഇതിന്റെ ശില്പികൾ കൈയാളിയതെന്ന് നമുക്ക് മനസ്സിലാവും. അതുവരെ വുമൻസ് കോളേജിൽ മാത്രം പഠിച്ച ഇന്ദു ഒരു മിക്സഡ് കോളേജിൽ അധ്യാപികയായി ജോയിൻ ചെയ്യുന്നിടത്താണ് കഥയുടെ ആരംഭം. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഇന്ദുവിന് മുറച്ചെറുക്കൻ ബാലേട്ടനുമായി ഇഷ്ടമുണ്ട്. സമരങ്ങളും അക്രമങ്ങളും നിറഞ്ഞ ക്യാമ്പസ് ജീവിതത്തിന്റെ തീച്ചൂളയിലേക്കാണ് ഇന്ദു ചെന്നിറങ്ങിക്കൊടുക്കുന്നത്. അത്തരമൊരു ആക്രമണത്തിന്റെ നടുക്ക് വച്ചാണ് വിനോദ് ആദ്യമായി ഇന്ദുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ദുവിനെ ഹോസ്റ്റലിൽ നിർത്തി തിരിച്ചു പോകാൻ നേരത്ത് ബാലേട്ടൻ വളരെ തമാശയ്ക്ക് തന്നെ മറന്നു കളയരുതെന്ന് ഇന്ദുവിനോട് പറയുമ്പോൾ അത് അവൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹലോ ടീച്ചർ, ഗുഡ് ഈവനിങ്. ടീച്ചർ ഇവിടെ ആകെ ബേജാറായി കാണും. ഞങ്ങൾ ഇവിടെ 2 ഗ്രൂപ്പാണ്. എപ്പോഴും തമ്മിൽ വഴക്കും. കുട്ടികളല്ലേ, അതിന്റെ ഒരു വികൃതി. വിനോദ് ആവശ്യത്തിലധികം സമ്പത്തും സ്വാതന്ത്ര്യവും എല്ലാ ബലഹീനതകളുമുള്ള യുവാവ്. ചോരത്തിളപ്പ് അതിന്റെ അത്യുന്നതയിൽ നിൽക്കുന്ന കാലഘട്ടം. അപ്പോഴാണ് ഇന്ദു ടീച്ചർ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ തന്റെ ക്ലാസിക് റെഡ് കാർ കൊണ്ട് ഇന്ദു ടീച്ചറിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ ജീവിതം തകിടം മറിക്കുന്നുണ്ട്. ഹോസ്റ്റലിലേക്കല്ലേ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട വിനോദ്, ടീച്ചർ പ്ലീസ്. വിനോദിന് ഇന്ദുവിനോട് തോന്നുന്ന പ്രണയം നമ്മുടെ സാമൂഹ്യ സദാചാര ബോധങ്ങൾക്കപ്പുറം നിൽക്കുന്നതാണെങ്കിലും ഒരു ഏച്ചുകെട്ടലും ഇല്ലാതെ വളരെ മനോഹരമായി കോർത്തെടുക്കാൻ സംവിധായകനും എഴുത്തുകാരനും കഴിയുന്നുണ്ട്. ടീച്ചറിന്റെ മുറിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് വെളുക്കോളം അവരെ തന്നെ നോക്കിയിരിക്കാൻ വരെ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്ദുവിനോട് ആ ഇഷ്ടം പറയാൻ വിനോദ് പല വഴികൾ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഒടുക്കം അവനത് തുറന്നു പറയുമ്പോൾ സ്വന്തമായി സദാചാര കാഴ്ചപ്പാടുകളുള്ള ഇന്ദു അതിമനോഹരമായി തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ അവന്റെ മുഖത്തു നോക്കി ആ വാതിലുകൾ അടച്ചിടുന്നുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽക്ക് എന്റെ എല്ലാമായിരുന്ന ബാലേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഇന്ദു പോലും ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ പൊടുന്നനെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അച്ഛന്റെ ദുർനടപ്പ് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടവളാണ് ഇന്ദു. പക്ഷെ വലുതായിട്ടും ഒരു തരിമ്പ് പോലും മനമാറ്റമില്ലാതെയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഓ, നിന്റെ അമ്മ വിചാരിച്ചിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയില്ല, പിന്നല്ലേ നീ. ഒടുവിൽ അവളുടെ പ്രിയപ്പെട്ട ബാലേട്ടനെയും ആ അച്ഛൻ അവളിൽ നിന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അതേ, ഞാനങ്ങ് സഹിച്ചു. അങ്ങനെയുള്ള കുടുംബമായിട്ട് നീ ബന്ധപ്പെടണ്ട കേട്ടോടി. മേലാളി ഇവൻ ആ പഠിക്കാത്ത പഠിക്കാൻ കൊള്ളുകയല്ലോ. എന്തിന്? അവളെ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ വളരെ മുൻവിധിയോടെ കാര്യങ്ങളെ കണ്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ട് ബാലൻ. എല്ലാം നഷ്ടപ്പെടുത്തിയ അച്ഛനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ചെറുപ്പം മുതലേ ജനിച്ചു വളർന്ന വീട് വിട്ട് നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയവനെ പോലെ വലിയ പകപ്പോടെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് ഇന്ദു. എല്ലാം നഷ്ടപ്പെട്ട ആ രാത്രിയിൽ തന്റെ വേദനകളെല്ലാം മറന്നുകൊണ്ട് ഏതോ ഉൾവിളിയുടെ ബലത്തിൽ വിനോദിന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നുണ്ട് ഇന്ദു. പുതിയൊരു ജീവിത അധ്യായത്തിന് അവൾ അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. പ്രായത്തിൻ്റെതായ എല്ലാ ചാബല്യങ്ങളും സ്വന്തമായുള്ള ആളാണ് വിനോദെങ്കിലും അയാൾ നല്ലവനായിരുന്നു. ആ രാത്രിയിലെ ഇഴയടപ്പത്തിനപ്പുറം അവളെ എന്നേക്കുമായി സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ, അവളെ കല്യാണം കഴിക്കാൻ വിനോദ് തീരുമാനമെടുക്കുന്നു. ഇന്ദു, ഇന്നലെ വരെ ടീച്ചറിന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ടീച്ചറും സ്റ്റുഡന്റുമല്ല, വി ആർ ലവേഴ്സ്. ടീച്ചർ എന്നതിന് പകരം ഇന്ദു എന്ന് വിനോദ് വിളിച്ചു തുടങ്ങുമ്പോൾ സംശയങ്ങളുടെ കടൽ ചുഴിയിൽപ്പെടുന്ന ഇന്ദുവിനെ തൻ്റെ പുരോഗമനപരമായ കാഴ്ചപ്പാട് കൊണ്ട് വളരെ ഈസിയായി പ്രണയത്തിലേക്ക് വലിച്ചിടുന്നുണ്ട് വിനോദ്. ആ സുന്ദരമായ പ്രണയ നിമിഷങ്ങളുടെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വിധി അതിൻ്റെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും മോശം മുഖവുമായി ഇന്ദുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ വിനോദിൻ്റെ ചൂടൊഴിയാത്ത ചോരയിൽ നോക്കി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇന്ദുവിൻ്റെ മുഖം മലയാള സിനിമയിലെ ഏറ്റവും വലിയ സങ്കട കാഴ്ചയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും എഴുത്തുകാർ പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെ
വളരെ ആർജവത്തോടുകൂടി തീക്ഷ്ണമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ജോൺ ബോളും ഒരു ഉത്തമമായ കലാസൃഷ്ടിയുടെ എല്ലാ ഭംഗികളും എല്ലാ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് ഈ ഇൻസിഡൻസിനെ കോർത്തിണക്കിയ ഭരതനും ഒരു പെയിന്റിങ് പോലെയുള്ള വിഷ്വൽസിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ രാമചന്ദ്ര ബാബുവും അഭിനയത്തിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സെറീന വഹാബും പ്രതാപ് പോത്തനും നെടുമുടി വേണുവുമെല്ലാം മലയാള സിനിമയ്ക്ക് എന്നും ലോക സിനിമയുടെ മുമ്പിൽ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ക്ലാസിക്കാണ് ചാമരത്തിലൂടെ സമ്മാനിച്ചത്.